മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതിക്ക് നമ്മളെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസ്കർ അലി. തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയട്ടെ. കാരണം ഇപ്പോൾ നിങ്ങൾ പല കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളിട്ടോ. ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഖത്തറിൽ എങ്ങനെ ജോലി നോക്കാം, മറ്റ് GCC രാജ്യങ്ങൾ എന്തൊക്കെ അവസരങ്ങൾ കിട്ടും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ് ടു ഡേറ്റഡ് എന്തൊക്കെ വേക്കൻസി ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയിക്കാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ കേൾക്കാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് 17-ാം തീയതി വെള്ളിയാഴ്ച, ഞാൻ ഇന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് കരുതി അങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇവിടെ തൊട്ടടുത്ത് മുമ്പ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാക്കാം ഇന്നത്തെ ചായ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. 4 മണി കഴിഞ്ഞിട്ടും വെയിലിനും യാതൊരു കുറവില്ല, ചൂടിനും കുറവില്ല. അതുകൊണ്ട് തന്നെ റോഡിലൊന്നും വണ്ടികൾ ആയിട്ടില്ല, ആൾക്കാർ ഇറക്കാൻ തുടങ്ങിയിട്ടില്ല. റോഡിൽ ഒരുപാട് വണ്ടി ഇല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ലൊരു വൈബാണ്, നല്ലൊരു സുഖമാണ്. അപ്പോഴാണ് നമ്മൾ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുന്നത്. റോഡ് നോക്കിക്ക് ആകെ ഞാനുണ്ട്, കുറച്ച് വണ്ടികളും മാത്രം. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ചായക്കടയിലോട്ട് ഏകദേശം 1.5 കിലോമീറ്റർ, 1.5-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിലും 2 സിഗ്നൽ കവർ ചെയ്യാനുണ്ട്. അതിൽ ഒരു സിഗ്നലാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്, 2ാമത്തെ സിഗ്നലാണ് എത്താൻ പോണത്. നിങ്ങൾ ഏത് ജോലി അന്വേഷിക്കുന്നവരായാലും, നിങ്ങൾ പഠിക്കുന്നവരാണേലും, നിങ്ങൾ ലിങ്കിൻ എന്ന ആപ്പിൽ എപ്പോഴും അപ് ടു ഡേറ്റഡ് ആവാൻ നോക്കുക. അതിലൂടെ പല കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ടും HR മാനേജ്മെൻറ്റുമായിട്ടും ഒരു കണക്റ്റ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ ജോലി നോക്കുന്നത് അവിടുത്തെ ന്യൂസ് പേപ്പർ റെഫർ ചെയ്യുക. ആ പല കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവരെ കരിയറിൽ പോയിട്ട് CV അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി വേക്കൻസി അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ 1-2 പറഞ്ഞ് ചായക്കുടി കേന്ദ്രത്തേക്ക് അടുക്കാറായി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആണ് കേട്ടോ ഈ റോഡിൽ ഇത്ര ഒരു തിരക്ക് കുറവ്. അല്ലെങ്കിൽ എപ്പോഴും വരിയായിട്ട് വണ്ടികളാവും. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലെത്തി. എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് ചായ ആൻഡ് മോമോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഭാഗ്യത്തിന് മുമ്പ് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ മലയാളികളുടെ മലയാളിത്തമുള്ള ഒരുപാട് 4 മണി പലഹാരങ്ങളും കൂട്ടിൻ്റെ ഉള്ളിലുണ്ട്. ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പുതിയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല ക്ലീനും കൂടെയാണ്. നമ്മൾ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ചായ തന്നെ അങ്ങോട്ട് പറഞ്ഞ്. എനിക്കിവർ ഡിസൈൻ ചെയ്ത് ഗ്രാഫിക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്ലബ് മോമോ എന്നുള്ള ഈ കൂട് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് അവരിത്. ഇവർക്കിതിൻ്റെ മെസ്നൈൻ ഫ്ലോറിലും ഡൈനിങ് ഉണ്ട്. ക്ലബ് മോമോ കംഫർട്ടബിളി സിമ്പിൾ എന്നൊരു സ്ലോഗനും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും വാങ്ങി ഞാൻ എന്നത്തെ പോലെ പുറത്തിറങ്ങി. ചായ സൂപ്പറാണ് കേട്ടോ. മധുരം കുറഞ്ഞ നല്ല കടുപ്പത്തിലുള്ള ചായയാണ്. ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്ന് കുടിക്കാൻ പറ്റിയ ഐറ്റാണ്. മാത്രമല്ല ഇവരുടെ സർവീസും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് പരസ്യമൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്.
ചായ കുടിയും കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് നമ്മൾ എന്നും വന്നിരിക്കാറുള്ള, ഞാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുള്ള പാർക്കിൽ തന്നെയാണ്. നമ്മളിങ്ങനെ വെറുതെ റിലാക്സ് ആയിട്ട് ഒരു 5 മിനിറ്റ് ഇതിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടുത്തെ ഈ പച്ചപ്പും ഒരു ചെറിയ തണുപ്പുള്ള കാറ്റും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും വെറുതെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. ചില ഭാഗത്തൊക്കെ പുല്ലിൽ പെസ്റ്റിസൈഡ് അടിച്ചിട്ടുണ്ട്, മാത്രമല്ല പലയിടത്തും വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും പോയിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല ഇന്നുള്ളത്. ഇപ്പോഴും ഈ പാർക്കിൽ ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ നടത്തത്തിന് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ കയ്യിലുള്ള മൊബൈലും എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റവും മാറ്റി വെച്ച് നമ്മളെ സ്ട്രെസ്സൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് നോക്കിയ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. മാത്രമല്ല സൂര്യൻ താണു പോകാൻ നേരം ഈ പ്രകൃതിയുടെ ചൂടും പുകയൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോൾ നേരെ ഈ പുൽത്തകിടിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നേരെ ഈ പുൽത്തകിടിയിൽ മലർന്ന് കിടക്കുക, കണ്ണും തുറന്ന് മാനത്തേക്ക് നോക്കിയാണ്ട് കുറച്ച് കൂടുതൽ നേരം ഒന്ന് കിടന്ന് നോക്കിക്കുക. ഒരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ കയ്യിൽ ഒരു സാധനവും പാടില്ല, മൊബൈൽ പാടില്ല, എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ ഇരുട്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖമാണ്. നമ്മുടെയൊക്കെ ഈ ഓട്ടപ്പാച്ചിലുകൾ നിറഞ്ഞ സ്ട്രെസ്ഫുള്ളായ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരിടാണ് കേട്ടോ ഇതേപോലുള്ളൊരു പാർക്ക്. ദിവസവും രാവിലെ മുതൽ രാത്രി വരെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകളിലൊക്കെ പെട്ട് മനസ്സിങ്ങനെ മടുക്കുമ്പോൾ വെറുതെ വന്ന് കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ഒരു പച്ചപ്പിലേക്ക് ഇറങ്ങി നടക്കുക. പച്ചപ്പിലൂടെ ചെരുപ്പില്ലാണ്ട് വെറുതെ നടക്കുക. അതേപോലത്തെ ഈ തണുത്ത കാറ്റിങ്ങനെ മുഖത്തടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ആകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീല് തോന്നും. മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതിക്ക് നമ്മളെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെടികൾ കൊണ്ട് തന്നെ ഒരു മതിൽ തീർത്തിട്ടുണ്ട്. കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ ഇതെല്ലാം പൂവിടാൻ തുടങ്ങും. അന്നേരം ഇതിന് വേറൊരു ഭംഗിയാവും. അങ്ങനെ ഇന്നത്തെ പകലിൻ്റെ ബഹളങ്ങളൊക്കെ ഒന്നൊടുങ്ങി സൂര്യൻ പതുക്കെ അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. കണ്ടില്ലേ, കളറൊക്കെ മാറി വരുന്നത്. ആകാശത്ത് ആ ചുവപ്പും മഞ്ഞയും കലർന്ന നിറങ്ങളൊക്കെ പടരുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഒരു പകൽ മുഴുവൻ നമുക്ക് വെളിച്ചം തന്ന സൂര്യൻ പതുക്കെ ഇങ്ങനെ വഴിമാറി കൊടുക്കുകയാണ്. ഇനി വരാൻ പോകുന്ന സുന്ദരമായ ആ രാത്രിക്ക് വേണ്ടി